മൊഡ്യൂൾ നമ്പർ 3 ആണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻഡ് 6. 5ഉം 6ഉം രണ്ടും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 6 ആണ് കുറച്ചുകൂടെ സിമ്പിൾ. 6 നമ്മൾ ചെയ്ത സെയിം പ്രോബ്ലം തന്നെ ആണ്, കോണിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. 5 ഹെക്സഗണൽ പിരമിഡിൻ്റെ സെക്ഷൻ. ഇതിൽ ബേസ് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കോണിലില്ല. കോണിൽ ബൈസെക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്, ആക്സിസിനെ ബൈസെക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സെക്ഷൻ പ്ലെയിൻ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. ഹെക്സഗണൽ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 30 mm ആൻഡ് ആക്സിസ് ലെങ്ത് 70 mm ഈസ് റെസ്റ്റിംഗ് ഓൺ HP on its base. Two of its base edges are parallel to VP while it is resting. It is cut by a section plane perpendicular to VP and inclined 45 degree to HP and passing through a point 15 mm above the base and is located on the axis. Draw the front view, sectional top view and true shape of the section. Okay, അപ്പോൾ സെക്ഷൻ ഓഫ് സോളിഡ്സിൻ്റെ പ്ലേലിസ്റ്റിൽ ഇത് സിമിലർ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. സെക്ഷനെ കുറിച്ച് അത്യാവശ്യം ഐഡിയ ഉള്ളവർക്ക് ഈ പ്രോബ്ലം നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സിമ്പിൾ പൊസിഷൻ തെറ്റിക്കരുത്. 2 of its base edges are parallel to VP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ FE ആൻഡ് BC ഇത് രണ്ടും XY ലൈന് പാരലാണ്. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ മാർക്ക് 0 ആണ്. ഇത് 2 of its base edges perpendicular to VP എന്നാണ്. കാരണം ഈ ആംഗിൾ 90 ഡിഗ്രി വരുന്നു. ഈ ആംഗിൾ ഇപ്പോൾ ഇതിനും ഇതും പാരലാണ്. ഓക്കെ, ഈ കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ ഹെക്സഗൺ വരച്ചു. ഹെക്സഗണിൻ്റെ ടോപ്പ് വ്യൂവിൽ O ലൊക്കേറ്റ് ചെയ്തു. OA, OB, OC, OD, OE, OF ഫേസ് എഡ്ജസ് ജോയിൻ ചെയ്ത് വരച്ചു. ഇതൊക്കെ തിൻ ലൈൻ യൂസ് വരയ്ക്കുക. കാരണം സെക്ഷൻ ചെയ്തതിന് ശേഷം റീറ്റെയിൻ ചെയ്ത പോർഷൻ മാത്രം തിക്ക് ലൈൻ യൂസ് വരയ്ക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ കുറച്ച് പോർഷൻ കട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് തിൻ ലൈൻ യൂസ് വരയ്ക്കുക. കംപ്ലീറ്റ് തിൻ ലൈൻ യൂസ് വരച്ചോ, കാരണം ഇത് ബേസും കൂടെ കട്ടാകുന്നുണ്ട്. കാരണം ഇവിടെ 15 mm എബോവ് ദ ബേസ് ആണ് സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബേസ് കട്ട് ചെയ്യും. അങ്ങനെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സെക്ഷൻ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്യണം. സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP ആൻഡ് ഇൻക്ലൈൻ 45 ഡിഗ്രി ടു HP. അപ്പോൾ HPക്ക് ഇൻക്ലൈൻഡ് ആണ്. അതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിലാണ് സെക്ഷൻ ലൈൻ വരയ്ക്കേണ്ടത്. ഇനി അത് പാസ് ചെയ്യുന്ന പോയിന്റ് തരണം. അത് ആക്സിസിലൂടെ 15 mm എബോവ് ദ ബേസ്. ഓക്കെ, ബേസിൽ നിന്ന് 15 mm. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റാണ് 15 എടുക്കേണ്ടത്. ഇത് ഓക്കെ, കുറച്ച് പേര് അപ്പെക്സിന് ഇങ്ങോട്ടേക്ക് എടുത്ത് ചെയ്തിട്ടുണ്ടാകും. കാരണം അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് തെറ്റാണ്. അപ്പോൾ അതിന് സിമ്പിൾ ക്വസ്റ്റ്യൻ്റെ മാർക്ക് മാത്രമേ കിട്ടൂ, ഈ മാർക്ക് കിട്ടില്ല. ഓക്കെ, ഇത് തെറ്റാണ്. ഇങ്ങനെ തന്നെ ചെയ്യണം. ബേസിൽ നിന്ന് 15 എബോവ്. ഇനി ഡയറക്ഷൻ ആയിരിക്കും അടുത്ത ഡൗട്ട് വരുന്നത്. 2 ഡയറക്ഷൻ കൊടുക്കാം. ഈ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാലും ശരിയാണ്, കാരണം ഡയറക്ഷൻ ഒന്നും ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, 2 ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ആൻസറിലും മാറ്റം വരില്ല. അതായത് ട്രൂ ഷേപ്പിൻ്റെ സൈസിലും മാറ്റം വരില്ല. ഓക്കെ, സെക്ഷൻ ലൈൻ ലൊക്കേറ്റ് ചെയ്തിട്ട് സെക്ഷൻ പോയിൻറ്റ്സ് ഇതിൽ കാണണം. സെക്ഷൻ പോയിൻറ്റ്സ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ 2 പോയിൻ്റ് ഉണ്ടാകും. കാരണം ഇത് ബേസിനെ കട്ട് ചെയ്ത് പോകുന്നത്, ആ കാര്യം ശ്രദ്ധിക്കുക. ഈ 1ഉം 5ഉം Bയും Fഉം ഒക്കെ ഒരു സെയിം പോയിന്റിലാണ് വന്നിരിക്കുന്നത് 45 ഡിഗ്രി എടുക്കുമ്പോൾ. ഓക്കെ, പിന്നെ ആംഗിൾ മാറുന്നതനുസരിച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പോയിന്റ് മാറും. അങ്ങനെ ഇവിടെ 2 പോയിന്റ് ഉണ്ട്. ഇവിടെ പോയിൻറ്റ്സ് ഇല്ല, കാരണം ഇത് ആക്സസ് മാത്രമാണ്. ഇവിടെ ഫേസ് എഡ്ജസ് ഒന്നുമില്ല. ഇവിടെ 2 പോയിന്റ് ഉണ്ടാകും, കാരണം C' O' ഉണ്ട്, E' O' ഉണ്ട്, 2 പോയിന്റ്. ഇവിടെ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, കാരണം D' O' എന്ന ഒരു ലൈനേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ 1', 2', 3', 4' ആൻഡ് 5'. 5 പോയിൻ്റാണ് കിട്ടുക. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി 6 പോയിൻറ്റ്സ് കിട്ടും, കാരണം 6 ഫേസ് എഡ്ജസിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല കട്ട് ചെയ്തിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. 5 പോയിൻറ്റ്സാണ് കിട്ടുന്നത്. ഇനി ഈ 5 പോയിൻറ്റ്സും ഫ്രണ്ട് വ്യൂവിൽ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് അതിൻ്റെ പ്രൊജക്ടേഴ്സ് വരയ്ക്കണം. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോൾ 5, 4, 1ഉം ഇവിടെ തന്നെ കിട്ടി. 5ഉം 1ഉം Fഉം Bയിലും കിട്ടി. 2', 4' എന്ന് വരച്ചപ്പോൾ ഇവിടെ 4 കിട്ടി, ഇവിടെ 2 കിട്ടി, 3 ODയിൽ കിട്ടി. ഇനി ഇത് ജോയിൻ ചെയ്യണം. അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ ഇതാണ് ഷേപ്പ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ 45 ഡിഗ്രി തിൻ ലൈൻ യൂസ് ചെയ്ത് ഹാച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ സെക്ഷണൽ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. സെക്ഷണൽ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ഷേപ്പ് വരയ്ക്കണം. ട്രൂ ഷേപ്പ് വരയ്ക്കണമെങ്കിൽ ഈ സെക്ഷൻ ലൈന് പാരലായിട്ട് ലൈൻ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ, ഇനി അതിനൊന്നും സ്പേസ് ഇല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഞാനിവിടെ പാരലായിട്ട് ലൈൻ വരച്ചു. ആ ലൈനിലേക്കൊക്കെ പെർപെൻഡിക്കുലർ ലൈൻസ് തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. പലരും ഇത് പെർപെൻഡിക്കുലർ ലൈന് വരയ്ക്കുന്നില്ല. ഈ 3 ലൈനും പാരലായിരിക്കും, ബട്ട് സെക്ഷൻ ലൈനുമായിട്ട് നീക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കില്ല. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ അതിലേക്ക് XY ലൈനിൽ 5ലേക്കുള്ള ഡിസ്റ്റൻസ്, XY ലൈനിൽ 1ലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ എടുത്തിട്ട് ഈ 1, 2, 3, 4, 5 ഇവിടെ മാർക്ക് ചെയ്യുക. അതെങ്ങനെയാണ് എടുക്കേണ്ടതൊക്കെ ഓൾറെഡി ഇതിന് മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, XY ലൈനിൽ നിന്ന് 5ലേക്കുള്ള ഡിസ്റ്റൻസ്, XY ലൈനിൽ നിന്ന് 5ലേക്ക്, XY ലൈനിൽ നിന്ന് 1ലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് 1 മാർക്ക് ചെയ്തു. അങ്ങനെ XY ലൈനിൽ നിന്ന് 4ലേക്കുള്ളത് ഇവിടെ നിന്ന് 4ലേക്കുള്ള ഡിസ്റ്റൻസ്, അങ്ങനെ എല്ലാ പോയിൻറ്റ്സും മാർക്ക് ചെയ്ത് ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. റീറ്റെയിൻ ചെയ്ത പോർഷൻസ് ഇതൊക്കെ തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഈ പോർഷൻ റിമൂവ് ചെയ്തതാണ്, ഇത് റിമൂവ് ആയതാണ്. ഓക്കെ, ബാക്കിയുള്ള പോർഷനൊക്കെ തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഇനി ഇതിൻ്റെ ആൻസർ കീ നോക്കുമ്പോൾ സിമ്പിൾ പൊസിഷൻ 5 മാർക്സ്. അതായത് ഇത്രയും ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കറക്റ്റായി വരച്ച് കഴിഞ്ഞാൽ 5 മാർക്സ് കിട്ടും. മാർക്കിംഗ് ഓഫ് സെക്ഷൻ പ്ലെയിൻ, ഈ സെക്ഷൻ പ്ലെയിൻ മാർക്ക് ചെയ്ത് ഈ സെക്ഷൻ പോയിൻറ്റ്സ് ഒക്കെ കാണുന്നതിന് 3 മാർക്സ്.
സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന്, അതായത് ഈ പോയിൻറ്റ്സ് ഒക്കെ താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന് 4 മാർക്സ്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്സ് കിട്ടി. ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ, ഇവിടുന്ന് പെർപെൻഡിക്കുലർ ലൈൻസ് ഒക്കെ വരച്ച് ട്രൂ ഷേപ്പ് വരയ്ക്കുന്നതിന് 6 മാർക്സ്. 2 മാർക്സ് ഫോർ നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ് എന്നുള്ള രീതിയിലാണ് ഡ്രാഫ്റ്റ് സ്കീം വന്നിരിക്കുന്നത്. ഇത് തന്നെയായിരിക്കും മിക്കവാറും ഫൈനൽ സ്കീം. ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് അത് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനോടേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 50 mm ആൻഡ് ആക്സിസ് ലെങ്ത് 70 mm റെസ്റ്റ് വിത്ത് ഇറ്റ്സ് ബേസ് ഓൺ HP. എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP and incline at 35 degree to HP and bisect the axis of the cone. Draw the development of the truncated cone. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം, ഈ സെയിം പ്രോബ്ലം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം നമ്പർ 7 ഡെവലപ്മെൻറ്റിൽ കാണാൻ പറ്റും. അവിടെ ഇതും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-70 അത് സെയിം ആണ്. ഡ്രോ ദ സെക്ഷണൽ ടോപ്പ് വ്യൂ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലാറ്ററൽ സർഫസ് വെൻ ഇറ്റ് ഈസ് കട്ട് ബൈ എൻ ഇൻക്ലൈൻ പ്ലെയിൻ ബൈസെക്റ്റിംഗ് ദ ആക്സിസ് ആൻഡ് ഇൻക്ലൈൻ അറ്റ് 45 degree to HP. ആ 45 degree മാറ്റി ഇവിടെ 35 degree ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഇൻക്ലിനേഷനിൽ മാത്രം ഇവിടെ 45 degree മാറിയിട്ട് 35 degree വരും. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ നടത്തുന്നില്ല, ആ വീഡിയോ കണ്ടാൽ മതി. അതിൽ ഓരോ പോയിൻറ്റ്സും ഇതെങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ട്. അവിടെ ഞാൻ സെക്ഷണൽ ടോപ്പ് വ്യൂ വരച്ചിട്ടുണ്ട്. സെക്ഷണൽ ടോപ്പ് വ്യൂ ആ ക്വസ്റ്റിന് വരയ്ക്കേണ്ട ആവശ്യമില്ല, ഇവിടെയും വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം സെക്ഷണൽ ടോപ്പ് വ്യൂ ചോദിച്ചിട്ടില്ല, നമ്മളോട് ഡെവലപ്മെൻറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി വരച്ചാലും വരച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, മാർക്കിനെ ബാധിക്കില്ല. ഈ പോയിൻറ്റ്സ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, നമുക്ക് ഇത് നോക്കാം. ഞാൻ CAD യൂസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് കോണ് HP റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് XY ലൈൻ താഴെ സർക്കിൾ കിട്ടുന്നു. ഈ ജനറേറ്റേഴ്സ് 8 ജനറേറ്റേഴ്സ് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് 45 degree എടുത്തിട്ട് 8 ആയിട്ട് ഇതിന് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ 8 ജനറേറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നു, അതിന് നെയിം ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, അടുത്ത സ്റ്റേജിൽ കോണിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ പോസിന് 5 മാർക്സ് കിട്ടും ഡ്രാഫ്റ്റ് സ്കീമിൽ. അടുത്തത് സെക്ഷൻ ചെയ്യണം. സെക്ഷൻ ചെയ്യുന്ന തന്നിരിക്കുന്നത് എന്താണ്? ബൈസെക്റ്റിംഗ് ദ ആക്സിസ്. അപ്പോൾ 70 ആണ് ഇതിൻ്റെ ഹൈറ്റ്, 35 എടുക്കുക. 35 ഒരു ഹൊറിസോണ്ടൽ തിൻ ലൈൻ വരയ്ക്കുക. എന്നിട്ട് 35 degree. ഓക്കെ, നമുക്ക് 45 അല്ല, നമ്മൾ ചെയ്തത് 45 ആണ്, ഇത് 35 ആണ്, മാറിപ്പോരുത്. 35 degree ഈ ഡയറക്ഷനിൽ എടുക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കുക. ഏത് ഡയറക്ഷനും കുഴപ്പമില്ല, അതൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് 35 degree എടുത്ത് സെക്ഷൻ ലൈൻ ലൊക്കേറ്റ് ചെയ്തു. സെക്ഷൻ ലൈൻ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി സെക്ഷൻ പോയിൻറ്റ്സ് കാണാം. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഒരൊറ്റ ലൈനേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ ഒരു പോയിൻറ്റ് 1'. ഇവിടെ 2 ലൈൻ ഉണ്ട്, കാരണം ഇവിടെ 2 പോയിൻ്റ് ഉണ്ട്, Hഉം Bയും ഉണ്ട്. അപ്പോൾ 2 പോയിൻറ്റ്സ് ഉണ്ടാവും, 2' ആൻഡ് ബ്രാക്കറ്റിൽ ഒരു പോയിൻ്റ് കൊടുക്കുന്നു. ഇവിടെ ആക്സിസ് ലൈൻ മാത്രമല്ല, ജനറേറ്ററും കൂടെ ഉണ്ട്, GC എന്ന 2 ജനറേറ്ററും കൂടെ ഇതിൽ വരുന്നുണ്ട്, അതുകൊണ്ട് 2 പോയിൻ്റ് ഉണ്ട്. 3' ബ്രാക്കറ്റിലൊരു പോയിൻ്റ് വരും, അത് പിന്നീട് കൊടുക്കാം. അടുത്ത വരുന്നത് ഇവിടെ Fഉം Dയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 2 ലൈൻ ഉണ്ട്. 4' ബ്രാക്കറ്റിലൊരു പോയിൻ്റ് വരും, ഇത് 5' വരും. ഇനി ബ്രാക്കറ്റിൽ വരുന്നത് 6', 7', 8'. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നെയിമിങ് കിട്ടും. അങ്ങനെ കണ്ടിന്യൂസ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ 1' കൊടുത്തിട്ട് ഇത് 2', 3', ഇത് 4', 5', 6', 7', 8' എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3, 4 കണ്ടിന്യൂസ് ആയിട്ട് കിട്ടില്ല, ഓർഡർ തെറ്റിയിട്ടുണ്ടാവും. അതൊന്നും ഒരു മിസ്റ്റേക്ക് അല്ല, അങ്ങനെയൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ഇത്രയും ചെയ്ത് വെച്ചു. സെക്ഷൻ ലൈൻ ലൊക്കേറ്റ് ചെയ്തു. മാർക്കിംഗ് ഓഫ് സെക്ഷൻ പ്ലെയിൻ ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 3 മാർക്സ് അവിടെ കിട്ടി. ഓക്കെ, 5 + 3 8 മാർക്കായി ഡ്രാഫ്റ്റ് സ്കീമിനെ ബേസ് ചെയ്തിട്ട്. ഇനി ഇതിൻ്റെ സെക്ഷണൽ ടോപ്പ് വ്യൂ കാണണം. ടോപ്പ് വ്യൂ വരയ്ക്കേണ്ട, സെക്ഷണൽ ടോപ്പ് വ്യൂ പോയിൻറ്റ്സ് കണ്ടാൽ മതി. അപ്പോൾ അതിന് ഓരോ പോയിൻറ്റ്സും താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 1' എന്ന് പ്രൊജക്റ്റ് ചെയ്യണം താഴോട്ടേക്ക്. അപ്പോൾ 1' എവിടെയാണ്? 1' A', O''ലാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് കിട്ടും? 1 കിട്ടും. AOയിൽ 1 കിട്ടും. ഓക്കെ, ഇത് O ആണ്. ഇവിടെ പോയിൻറ്റ് നെയിം ചെയ്യാൻ വിട്ടേ, O എന്നുള്ള പേര് കൊടുക്കണം. 1 ആണ്. അങ്ങനെ ഇവിടെ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇതിൽ Bയും Hഉം അല്ലേ, അപ്പോൾ ഇവിടെ 8 കിട്ടും, ഇവിടെ 2 കിട്ടും. ഓക്കെ, ഈ 3 കിട്ടാനാണ് പണി, അതാണ് നമ്മൾ നോക്കുന്നത്. 3ഉം 7ഉം കിട്ടാൻ. ഓക്കെ, 3ഉം 7ഉം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 3ഉം 7ഉം കിട്ടാൻ വേണ്ടിയിട്ട് 3നെ ഈ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ, ബാക്കി എല്ലാ പോയിൻറ്റ്സും കിട്ടി. 4ഉം 6ഉം ഇവിടെ കിട്ടി. ഓക്കെ, 4 ഇവിടെ കിട്ടി, 6 ഇവിടെ കിട്ടി. 3ഉം 7ഉം കിട്ടാൻ വേണ്ടി ഇതിൻ്റെ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. നേരെ താഴോട്ടേക്ക് OEയിലേക്ക് കൊണ്ടുവരിക. ഈ പോയിൻറ്റിൽ നിന്ന് O ഈ പോയിൻറ്റ് റേഡിയസിൽ ആർക്ക് വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ 7 കിട്ടും, ഇവിടെ 3 കിട്ടും. ഇതൊക്കെ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ആ വീഡിയോ കാണുക. അതായത് പ്രോബ്ലം നമ്പർ 7 ഡെവലപ്മെൻറ്റിൽ. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? നമുക്ക് ഡെവലപ്മെൻറ്റ് വരയ്ക്കണം. ഡെവലപ്മെൻറ്റ് വരയ്ക്കണമെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ലാറ്ററൽ സർഫസ് ഓഫ് എ കോൺ ഈസ് എ സെക്ടറാണ്. അപ്പോൾ ഈ സെക്ടറിൻ്റെ റേഡിയസ് ഈക്വൽ ടു OA ഈക്വൽ ടു ഈ O', E' അല്ലെങ്കിൽ O', A' ആണ്. അതായത് എൻഡ് ജനറേറ്റർ ലെങ്ത് ആണ്. അത് നമുക്കറിയാം. അത് നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് 74 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 74ൽ ഒരു ആർക്ക് വരയ്ക്കണം. ഇനി ആർക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന എവിടെയാണ്? ഈ ആംഗിൾ കാണണം. ഈ ആംഗിൾ
നമുക്ക് 121 ഡിഗ്രി ആണ്. അതെങ്ങനെയാണ് കിട്ടിയത്? സബ്റ്റൻഡ് ആംഗിൾ ഈക്വൽ ടു ഇതിൻ്റെ സർക്കംഫറൻസ് 180 ഇൻറ്റു ഡി. ഓക്കെ, ഇതിൻ്റെ സർക്കംഫറൻസ് 180 ഇൻറ്റു ഡി, അതിൻ്റെ ഡയമീറ്റർ 50, 180 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് ഉദ്ദേശിക്കുന്നത് OA ലെങ്ത് നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 74 ആണ്. അങ്ങനെ അപ്രോക്സിമേറ്റ്ലി 121 ഡിഗ്രി കിട്ടും. അങ്ങനെയും ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആംഗിൾ ഫൈൻഡ് ചെയ്യാനൊക്കെ മറന്നു പോവുകയാണെങ്കിൽ FE ലെങ്ത് എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യുക. അങ്ങനെ 8 പ്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 120 ഡിഗ്രീൻ്റെ അടുത്ത് കിട്ടും. അങ്ങനെ ചെയ്താലും മതി. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കീയിൽ ഈ ആംഗിൾ ഫൈൻഡ് ചെയ്തതിന് മാർക്ക് ഉണ്ട്. ആ മാർക്ക് കിട്ടില്ല. അത് ഇവിടെ തന്നിരിക്കുന്നത് ഫൈൻഡിങ് ഓഫ് ആംഗിൾ തീറ്റ 2 മാർക്സ് ആണ്. അപ്പോൾ ആ 2 മാർക്സ് പോവും. ഓക്കെ, ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് ലാറ്ററൽ സർഫസ് ഓഫ് ദ കോൺ 3 മാർക്സ്. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ 3 മാർക്സും കൂടെ കിട്ടി. ഓക്കെ, അപ്പോൾ ടോട്ടൽ 5 + 2 + 3 + 3 ഇത്രയും മാർക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ ബാക്കിയുള്ളത്? ഈ പോയിൻറ്റ്സിനെ എവിടെ മാർക്ക് ചെയ്യണം? മാർക്കിംഗ് ഓഫ് സെക്ഷൻ പോയിൻറ്റ്സ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡ്രോയിങ് ദ കർവ് ഇൻ ദ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അതായത് ഡെവലപ്മെൻറ്റിൽ ഈ കർവ് വരയ്ക്കണം. ഓക്കെ, ഈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് ഡെവലപ്മെൻറ്റിൽ ഈ കർവ് കാണിക്കണം. അതിനാണ് ബാക്കി വരുന്ന 5 മാർക്സ് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഫസ്റ്റ് പലരും ചെയ്യുന്നത് പറഞ്ഞാൽ O'1' എടുത്തിട്ട് O'1' ഏതിലാണ്? O'A'ലല്ലേ. അപ്പോൾ OAയിൽ O'1' ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ കട്ട് ചെയ്യും. അത് ശരിയാണ്. ബട്ട് O'2' B'-ലാണ്. അപ്പോൾ BOയിൽ O'2' ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്യുന്നത് തെറ്റാണ്. കാരണം ഇത് ട്രൂ ലെങ്ത് അല്ല. OA മാത്രമേ ട്രൂ ലെങ്ത് ഉള്ളൂ. അതുകൊണ്ട് എല്ലാ പോയിൻറ്റ്സിനെയും സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ, എല്ലാ പോയിൻറ്റ്സിനെയും സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ട്രൂ ലെങ്ത് കാണണം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ സൈഡിലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ സൈഡിലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ട്രൂ ലെങ്ത് കണ്ടിട്ട് ആ ട്രൂ ലെങ്താണ് കട്ട് ചെയ്യേണ്ടത്. അതായത് O'1' O1 ഇവിടെയും കട്ട് ചെയ്ത്. ഇനി O'2' അല്ല ഞാൻ എടുക്കുന്നത്. ഇവിടെയുള്ള ഈ 2'1' ആണ്. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. എന്നിട്ടാണ് 2ഉം അതിൻ്റെ കൂടെ വരുന്ന 8ഉം കിട്ടുന്നത്. ഓക്കെ, ഇനി 3ഉം 7ഉം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെയും സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ ഡിസ്റ്റൻസിലാണ് 3ഉം 7ഉം കിട്ടുന്നത്. 3ഉം 7ഉം Cയും Gയിലാണ്. ഓക്കെ, അപ്പോൾ Cയും Gയിലായിട്ട് 3ഉം 7ഉം കിട്ടി. ഇനി 4ഉം 6ഉം അത് ഇവിടത്തേക്കോ അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലേക്കോ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഡിസ്റ്റൻസ് രണ്ട് സെയിം ആയിരിക്കും. ആ ഡിസ്റ്റൻസിലാണ് 4ഉം 6ഉം എടുക്കേണ്ടത്. 4ഉം 6ഉം എവിടെയാണ് വരുന്നത്? DFലാണ്. ഓക്കെ, DFലായിട്ട് 4ഉം 6 കിട്ടും. 5നെ പ്രൊജക്റ്റ് ചെയ്യുമെന്ന് വേണ്ട. കാരണം 5 ഇവിടെ തന്നെയാണ്, ട്രൂ ലെങ്ത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ 5 കിട്ടും. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്തിട്ട് സ്മൂത്ത് കർവ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാം. ഫ്രീ ഹാൻഡായിട്ട് സ്മൂത്ത് കർവ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാം. വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. സിമ്പിൾ പൊസിഷൻ വരയ്ക്കുന്നതിന് 5 മാർക്സ്, സെക്ഷൻ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്യുന്നതിന് 3 മാർക്സ്, 2 മാർക്സ് ഫോർ ഫൈൻഡിങ് ആംഗിൾ, ദെൻ 3 മാർക്സ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് കോൺ, ലാറ്ററൽ സർഫസ് ഓഫ് ദ കോണിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കുന്നതിന് 3 മാർക്സ്. ബാക്കി ഇനി ഈ പോയിൻറ്റ്സൊക്കെ ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഈ ഡിസ്റ്റൻസ് ഇവിടത്തേക്ക് എടുത്തിട്ട് ഈ കർവ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്, ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 5 മാർക്സ്, 2 മാർക്സ് ഫോർ നീറ്റ്നസ് ആൻഡ് ഡയമെൻഷനിങ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം.